ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രൈവ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2020 മോഡൽ സിയാസ് ആണ്. ടൈപ്പ് 2 സിയാസ് ആണ്. ഇതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി തന്നെയാണ്. നമുക്ക് എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് ചെയ്തത്, നമ്മൾ എന്തൊക്കെ അപ്ഡേഷൻസ് ആണ് ഈ വണ്ടിയിൽ ചെയ്ത് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇന്നലെ വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ നമ്മൾ കാര്യമായിട്ടുള്ള ഫ്രണ്ടിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മൾ എല്ലാം ക്രോം എലമെന്റ്സ് എല്ലാം ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊടുത്തിരിക്കുന്നു. അത് കൊടുത്തു. പിന്നെ ലോവർ ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ കവേഴ്സ് എല്ലാം ഫുള്ളി ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഏറ്റവും ലോവറിൽ ഒരു LED ലൈറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പല മോഡ്സിലുള്ള ഒരു LED ലൈറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതേപോലെ നമ്മൾ ടോ കവറൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതി തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ കമ്പനി ഫോഗ് ലാമ്പ് മാറ്റിയിട്ട് നമ്മൾ വാല്യൂ ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ബൾബ്സ് എല്ലാം ഇത് ഫുള്ളി LED ലൈറ്റ്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കലോണി ബ്രാൻഡിൻ്റെ LED ലൈറ്റ്സ് ആണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ പ്രൊജക്ടറിൽ ബൾബ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഒസ്റാമിൻ്റെ ബൾബാണ് നമ്മൾ LED കൊടുത്തിരിക്കുന്നത് പ്രൊജക്ടറിൽ. അതുപോലെ തന്നെ ബ്രൈറ്റിൽ മാക്സിങ്ങിൻ്റെ LED ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു ലൈറ്റ്സ് കാണാനാണ് നമ്മൾ LED ലൈറ്റ്സ് കംപ്ലീറ്റ്ലി ഫുള്ളി LED ചേഞ്ച് ചെയ്തിരിക്കുന്നു. അതേപോലെ നമുക്ക് അടുത്ത് പറയേണ്ടത്, നമുക്ക് വണ്ടിയുടെ ടോപ്പൊക്കെ നോക്കുമ്പോൾ നമ്മൾ റൂഫ് ഫുള്ളി ഗ്ലോസി ബ്ലാക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് സ്റ്റിക്കേഴ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി നമ്മൾ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടൊയോ ടയേഴ്സ് നമ്മൾ ജസ്റ്റ് ഒരു നെയിമിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ് ഡിസൈൻ നോക്കുമ്പോൾ നമ്മൾ മെയിൻലി സ്റ്റോക്കിന് എക്സ്റ്റീരിയൽ ഓവറായിട്ടുള്ള അപ്ഡേഷൻസ് നല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ അലോയ്സ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അലോയ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ 15 ഇഞ്ച് സ്റ്റോക്ക് വീൽസാണ് കമ്പനി വീൽസ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ 17 ഇഞ്ച് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിത്ത് 205, 45, 17 ഇഞ്ച് കെൻഡയുടെ ടയേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പിന്നെ കാലിപ്പേഴ്സ് എല്ലാം ഒരു സിൽവർ കളറിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു അടിപൊളി കളറിംഗ് ആണ് വീലിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിൽവർ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കളറിലേക്ക് മാറ്റിയതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ലോവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോക്ടർ നാനോൻ്റെ കാണുന്നതെന്ന് അറിയില്ല, ഡോക്ടർ നാനോൻ്റെ ലോവറിംഗ് സ്പ്രിങ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 17 ഇഞ്ച് വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടി നമ്മൾ നല്ല പ്രൊജക്റ്റഡ് ടയേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. 205, 45 കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ബോഡി ലെവൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ടയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈഡ് സ്കേർട്ടിങ് കമ്പനി നമ്മൾ OEM സ്കേർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാരുതി OEM സ്കേർട്ട്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് മിറേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ബാറ്റ്മാൻ ടൈപ്പ് മിറേഴ്സാണ് ഇപ്പോൾ എല്ലാവരും ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ബാറ്റ്മാൻ ടൈപ്പ് മിറേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ നമ്മൾ മെയിൻലി ചെയ്തിരിക്കുന്നത് 17 ഇഞ്ചിൻ്റെ വീൽസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡോക്ടർ നാനോൻ്റെ ലോവറിംഗ് സ്പ്രിങ്സ് ആണ് എൻറ്റയർലി യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സൈഡിൽ വേറെ അപ്ഡേഷൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് ബാക്ക് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ നമ്മൾ സ്കേർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ OEM സ്കേർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്പോയിലേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഗോ ഒക്കെ ഒരു ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ റിഫ്ലക്റ്റേഴ്സ് എല്ലാം നമ്മൾ LED അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് നമുക്ക് അതിൻ്റെ പാനൽസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ് പെയിൻറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ലോവറിൽ നമ്മൾ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ബ്ലിങ്കിങ് ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് നമ്മൾ റിറ്റ്സിലൊക്കെ കാണുന്ന ടൈപ്പുള്ള ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫ്ലാഷ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാക്ക് എടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മൾ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിംഗിൾ ടിപ്പ് എക്സോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വാൽവട്രോണിക് ചെയ്തിരിക്കുന്നത്. റീമസ് ബ്രാൻഡിൻ്റെ വാൽവട്രോണിക് എക്സോസ്റ്റ് വിത്ത് കാറ്റ് ബാക്ക് ആണ് ചെയ്തിരിക്കുന്നത്. കാറ്റ് ബാക്ക് എക്സോസ് സിസ്റ്റമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഗെയിം 17 ആണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എക്സോസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ടിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അടിപൊളി അത്യാവശ്യം നല്ല വോളിയം ഒക്കെ ഉള്ള ഒരു എക്സോസ്റ്റാണ്, ഓവർ വീർപ്പിക്കാത്ത രീതിയിലുള്ള വാൽവട്രോണിക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മൾ എക്സോസ്റ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓഡിയോ വർക്ക് നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ബ്ലോ പങ്ക്തിൻ്റെ വെലോസിറ്റി സീരീസിൽ വരുന്ന കുറച്ച് പഴയ മോഡലാണ്. പക്ഷേ അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഡ്യുവൽ കോയിൽ സബ് വൂഫറാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് നമ്മൾ കസ്റ്റം മെയ്ഡ് ഗ്രിൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 12 ഇഞ്ച് സബ് വൂഫറിൻ്റെ സബ് വൂഫർ വന്നിട്ടുള്ളത് വിത്ത് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രില്ല് നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ഇതിലൊക്കെ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പോകുന്നതാണ്. ഇതിപ്പോൾ ഡ്യുവൽ കോയിൽ സബ്ബാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെല്ലാം സ്റ്റോക്ക് സ്പീക്കേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളത് ബ്രാൻഡ് നമ്മൾ വേറെ ബ്രാൻഡിലേക്ക് മാറാൻ പോവുകയാണ്. നമ്മൾ ഒസൈൽ ബ്രാൻഡിൻ്റെ ഒരു സിസ്റ്റമാണ് ചെയ്യാൻ പോകുന്നത്. സ്പീക്കർ വിത്ത് ട്യൂട്ടേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടില്ലേ, ഒസൈൽ ബ്രാൻഡിൻ്റെ ഈ സ്പീക്കറാണ് നമ്മൾ ഇനി വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു 4 ചാനൽ ലാമ്പും സോണിയുടെ ഒരു 4 ചാനൽ ലാമ്പും നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ അണ്ടർ പ്രോസസ്സിംഗ് ആണ്. പിന്നെ അതേപോലെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളിതിൽ മോണോബ്ലോക്ക് ആമ്പ് ചെയ്തിട്ടുണ്ട്. റോക്ക്ഫോർഡ് ഫോഴ്സ് ഗേറ്റിൻ്റെ മോണോബ്ലോക്ക് ആമ്പാണ് നമ്മളിപ്പോൾ കറൻ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയിലേക്ക്. അതുപോലെ തന്നെ പയനിയറിൻ്റെ ഹെഡ് യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിയർ സ്പീക്കർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഫിനിറ്റിയുടെ ആൽഫ സീരീസിൽ വരുന്ന റിയർ സ്പീക്കറാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത്. സോ നമ്മളങ്ങനെ ഫ്രണ്ട് സ്പീക്കർ കാരണം എല്ലാം അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓസേ ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് അടുത്ത് ഇൻറ്റീരിയേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മൾ സീറ്റ്സ് എല്ലാം കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഒരു ബ്ലാക്ക് സീറ്റ് വിത്ത് ഒരു ബീജ് സ്റ്റിച്ചിങ് ആണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയർ മാച്ച് ചെയ്യാൻ വേണ്ട രീതിയിലാണ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡോർ പാഡ്സിലും സെയിം ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് എല്ലാം ഡോർ പാഡ്സിലും സെയിം ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വണ്ടിയുടെ ഫ്ലോർ മാറ്റ് കംപ്ലീറ്റ് നമ്മൾ PVC നമ്മൾ കണ്ടില്ലേ കറക്റ്റ്ലി റെക്സിനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു മാറ്റാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി നമ്മൾ റെക്സിൻ ടൈപ്പ് മാറ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ്സ് നമ്മൾ സ്പാർക്കോൻ്റെ ടൈപ്പുള്ള ഒരു റേസിംഗ് ടൈപ്പ് സീറ്റ് ബെൽറ്റ്സ് ആണ് ഫ്രണ്ടിൽ കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സീറ്റ്സിൽ തൈ സപ്പോർട്ടും നമുക്ക് വിങ് സപ്പോർട്ടൊക്കെ പോലത്തെ കണ്ടോ കസ്റ്റം മെയ്ഡ് സീറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹാൻഡ് റെസ്റ്റിൽ വരെ കുഷനിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കവേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗിയർ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു സ്കൾൻ്റെ ടൈപ്പിലുള്ള ഒരു ഗിയർ നോബാണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ പിന്നെ നമ്മൾ DVRs ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെറ്റൊക്കെ നോക്കുമ്പോൾ തന്നെ പയനിയറിൻ്റെ ഹെഡ് യൂണിറ്റാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് കവേഴ്സ് എല്ലാം ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് കേട്ടോ പയനിയറിൻ്റെ ഹെഡ് യൂണിറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഹെഡ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. അതേപോലെ പിന്നെ നമുക്ക് ഒരു സ്പാർക്കോൻ്റെ മാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോൾ വാക്കറിൻ്റെ ഒരു ഫാനായ കാരണം തന്നെ പോൾ വാക്കറിൻ്റെ നമ്മൾ സൂപ്ര ഒരു ഡൈകാസ്റ്റ് മോഡൽ 2 ടോയ്സൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു OBD ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല ഒരു എക്സ്പെൻസീവ് ആയ ഒരു OBD ഡിസ്പ്ലേ. പക്ഷേ ബട്ട് എല്ലാം നമുക്ക് ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റായിട്ട് നമുക്കിത് ഡിഫറെൻറ്റ് കണ്ടോ മോഡിലേക്ക് മാറ്റാൻ പറ്റും. ഉണ്ടല്ലേ ഡിഫറെൻറ്റ് മോഡ്സിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഓൾറെഡി എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മളിത് കറക്റ്റ് നമ്മൾ നോർമൽ RPM മീറ്റേഴ്സാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ OBD ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കിട്ടുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റാണ്. അതേപോലെ തന്നെ ഇവിടെ വാൽവട്രോണിക്കിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കൾ ടൈപ്പ് ഗിയർ നോബാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇൻറ്റീരിയർ ഓവറോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. വഴിയെ ഇനി ഓരോ അപ്ഡേഷൻസ് നമുക്ക് വീഡിയോ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് സൗണ്ട് കേൾക്കാം. ഇപ്പോൾ വാൽവ് ഓഫാണ്. കണ്ടോ അപ്പോൾ വാൽവ് ഓഫാണ്. നമുക്ക് ജസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യാം. സോ വാൽവ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ കുറച്ചും കൂടി അപ്ഡേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മൾ ഓഡിയോ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീക്കേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 4 ഡോർ റൂഫ് എല്ലാം ഡാം ചെയ്യുന്നുണ്ട്. നമ്മൾ മൊറൽ ബ്രാൻഡിൻ്റെ ഡാമിങ് ഷീറ്റ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ പിന്നെ അതേപോലെ നമ്മൾ 4 ചാനൽ ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം. സോ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.